എല്ലാവർക്കും ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ വെസ്റ്റ് ലണ്ടൻ ഡെർബി ചെൽസി തൂക്കി. ഒരു വളരെ നല്ല ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മത്സരമാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു മിക്സ്ഡ് ഫീൽഡിംഗ് ആയിരിക്കും എല്ലാവരും മത്സരം കണ്ട് എല്ലാവരിൽ നിന്നും കിട്ടുക. പക്ഷേ ചെൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സോളിഡ് ആയൊരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. എസ്പെഷ്യലി അവിടെ സ്ട്രൈക്കർ ഡെലാപ്പ് പരിക്കുപറ്റി പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കഴിഞ്ഞ 2 മത്സരത്തിലും അവരുടെ മെയിൻ സ്റ്റാർ, അതായത് മെയിൻ പ്ലെയർ പാമർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന ഈ ഒരു ലീഗിൽ ഇനി ചെൽസിയോട് ഏറ്റുമുട്ടാൻ വരുന്ന ടീമിനോട് ചെൽസി ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറയുകയാണ്, ഇവൻ നമ്മളെ മെയിൻ പ്ലെയർ ഇല്ലെങ്കിലും നമുക്ക് ഗോൾ അടിച്ചു കൂട്ടാനും മത്സരം വിജയിക്കാനും സാധിക്കും എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മെസ്സേജാണ് കഴിഞ്ഞ 2 മത്സരത്തിലൂടെ ചെൽസി ബാക്കിയുള്ള ടീമിന് കൊടുത്തത്. കഴിഞ്ഞ സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെൽസി പാമറിൻ്റെ ചില സമയത്ത് പാമർ ഓഫ് ബീറ്റ് ആവുന്ന സമയത്തൊക്കെ ചെൽസിക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സമനിലകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ 3 മത്സരത്തിലുള്ള അവർ തെളിയിച്ചിരിക്കുകയാണ്, ഇവൻ പാമർ ഓഫ് ആണെങ്കിലും അല്ലെങ്കിൽ പാമർ ഒരു ഓഫ് ബീറ്റ് ആണെങ്കിലും പാമർ ടീമിൽ കളിച്ചില്ലെങ്കിലും ചെൽസി ക്യാൻ വിൻ മാച്ചസ്. ഈ ഒരു മത്സരത്തിൽ അങ്ങനെ ഓവറോൾ മത്സരത്തിൻ്റെ ഒരു ഇവൻറ്റ്സ് എന്ന് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അതിൽ 21ാമത്തെ മിനിറ്റിലെ ജോഷ് കിങ്ങിൻ്റെ ഗോള് അതൊന്ന് ഡിസെല്ലോടായി. കാരണം മുനീസ് ചലാപോരെ കാലിൽ സ്റ്റാമ്പ് ചെയ്തു എന്ന് പറഞ്ഞ കാരണം കൊണ്ട്. യെസ്, അതൊരു ഫൗളാണ് ബേസിക്കലി. അപ്പോൾ എന്തായാലും ആ ഒരു ഗോളിൻ്റെ ബിൽഡപ്പിൽ ഒരു ഫൗൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഗോൾ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കമൻറ്റേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ആ ഒരു ഫ്ലോയിൽ വരുന്ന ഒരു ഫൗളായത് കൊണ്ട് കൊടുക്കരുതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കമൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ബേസിക്കലി റഫറിമാരൊക്കെ അത് വാറിന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു റിവ്യൂവിന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ടും ഡിസലവ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചുറി ടൈമിൽ ജാവോ പെഡ്രോനെ ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒരു ഹോണറബിൾ മെൻഷൻ എന്ന രീതിയിൽ. കാരണം ജാവോ പെഡ്രോൻ്റെ ഒരു ഗോൾ സ്കോറിങ് സ്ട്രീക്ക് അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോറിങ് ഫോം പുള്ളിക്കാരൻ ഒരു ക്ലബ് വേൾഡ് കപ്പ് ചെൽസിയിൽ ചേർന്നതിന് ശേഷം ആ ക്ലബ് വേൾഡ് കപ്പിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മത്സരത്തിൽ ഗോൾ ചെയ്യുന്നുണ്ട്. അതെന്താ പറയണ്ടത്, നല്ല ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ചെൽസിക്ക്. കാരണം ഒരു പുതിയൊരു പ്ലെയർ ടീമിലേക്ക് വരുന്നു, ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് ജാവോ പെഡ്രോ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന മത്സരങ്ങളിൽ അത് ചെൽസിക്ക് എന്താ പറയണ്ടത്, ഒരു മേൽക്കൈമ നൽകുന്ന ഒരു കാര്യമാണ്. പുതിയ പ്ലെയർ ഫ്ലൈയിങ് സ്റ്റാർട്ട്, അതെന്ന് പറഞ്ഞാൽ ഒരു ഡ്രീം സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലാണ് ഇപ്പം ജാവോ പെഡ്രോ ചെൽസിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 56ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് പെനാൽറ്റിയിൽ ഗോൾ അടിച്ചു. ഈ ഒരു 3-4 ഇവൻ്റ് ഒഴികെ ആക്ച്വലി ഈ ഒരു മത്സരം ഞാൻ ഒരു വെസ്റ്റ് ലണ്ടൻ ഡെർബി എന്നുള്ള രീതിയിൽ, അതുകൂടാതെ ഫുൾഹാമിൻ്റെ ഒരു ഫിസിക്കാലിറ്റി, അവരെ പ്ലെയേഴ്സിലെ ഒരു ഫിസിക്കാലിറ്റി വെച്ച് ഞാൻ ഫുൾഹാമിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടിയും നല്ല രീതിയിലുള്ള ഒരു മത്സരം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ ഒരു പ്രതീക്ഷക്കൊത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള കളി വന്നിട്ടുണ്ടായില്ല. അതുകൊണ്ട് ചെൽസിയുടെ ബാക്കിനൊക്കെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. എസ്പെഷ്യലി സെൻറ്റർ ബാക്ക് ആയാലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബാക്ക് ആയാലും എല്ലാവരും ഒരു നല്ല രീതിയിലൊരു സോളിഡ് പെർഫോമൻസ് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിലുടനീളം. അപ്പം ഇനി വരാൻ പോകുന്ന ഈ ഒരു സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങളിലൊക്കെ ഞാൻ ആദ്യം ഈ ഒരു വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ ബാക്കിയുള്ള ടീമുകൾക്ക്, എസ്പെഷ്യലി ബാക്കി ലിവർപൂൾ ആയാലും ആഴ്സണലായാലും മാഞ്ചസ്റ്റർ സിറ്റി ആയാലും ബാക്കിയുള്ള ടീമുകൾക്കൊക്കെ ചെൽസി നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ വി ആർ റെഡി ടു ഫൈറ്റ് ഫോർ ദ ടൈറ്റിൽസ്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത മത്സരത്തിലൊക്കെ ചെൽസിയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു കളി നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.